ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മർക്കസ് ഓഫീസ് സീനത്ത് ബീവി എടുത്ത സീനത്തുൽ മസ്ജിദാണ്. ഔറംഗസീബിൻ്റെ മകളാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ മർക്കസ് ഓഫീസൊക്കെ ഉള്ളത്. ഇതിനകത്താണ് ആ ഓഫീസൊക്കെ കാണാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ മർക്കസ് ഓഫീസിലേക്ക് സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഡൽഹി നമ്മുടെ തലസ്ഥാനത്തെ മർക്കസ് ഓഫീസാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആളുകളും വന്നു കഴിഞ്ഞാൽ ഒരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ്. അൽഹംദുലില്ലാഹ് ലോകത്തെമ്പാടും നമ്മുടെ സംഘടന വ്യാപിച്ച് കിടക്കുകയാണ്. ഏതൊരു പ്രവർത്തകനും എവിടെ പോയി കഴിഞ്ഞാലും ഒരു അത്താണിയായിട്ട് ഫോൺ കോൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ കൊടുത്തുകൊണ്ട് അവരുടെ എല്ലാ വിഷയങ്ങൾക്കും താങ്ങുന്നതായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഡൽഹിയിൽ വന്നപ്പോൾ ഞാൻ UK വിളിച്ച് പറഞ്ഞ് അങ്ങനെ നിങ്ങളെ കണക്ഷൻ കിട്ടി അല്ലേ. അൽഹംദുലില്ലാഹ് നമുക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു തന്നു. ഒരു അപരിചിതന ആളുകൾക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മർക്കസ് ഓഫീസിൽ താങ്കൾ ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മാക്സിമം നമ്മൾ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഡൽഹി എന്നുള്ളത് മെട്രോ സിറ്റിയാണ്. ആളുകൾ സ്ഥിരം അധികം ഇങ്ങനെ ഡൽഹി കാണാനും അതേപോലെ കാശ്മീർ അത് കാണാൻ വേണ്ടി വരുന്നൊരു പല മലയാളികളുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നതിനുപരി പല പ്രശ്നങ്ങളും നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ അവർക്ക് അത്താണിയാകുക എന്നുള്ളതാണ് മർക്കസ് ഇവിടെ ഏറ്റവും വലിയ സേവനം. വരുന്ന അപരിചിത ആളുകൾക്ക് അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുക. അതേപോലെ ഡൽഹിയിലെ ഉദ്യോഗസ്ഥരെ മക്കൾക്ക് മദ്രസ സംവിധാനം ഒരുക്കുക. അതൊക്കെയാണ് കാര്യമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇവിടുന്ന് ഉറുദു പുസ്തകങ്ങൾ പോകുന്നുണ്ട് കേരളത്തിൽ. ഏതൊക്കെ ഭാഷയിൽ? ഉറുദു ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്. അറബി മലയാളം പുസ്തകങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുക, അത് ഇവിടുന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുപരി മദ്രസ സംവിധാനമുണ്ട്. UK, അയർലാൻഡ്, ന്യൂസിലാൻഡ്, ഖത്തർ, അതേപോലെ വിദേശികൾക്ക് നമ്മുടെ സമസ്തന്റെ സിലബസ് അനുസരിച്ച് ഇംഗ്ലീഷിലും അറബിയിലുള്ള മദ്രസകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സീനത്തുൽ മദാരിസ് എന്നാണ് മദ്രസയുടെ പേര്. അൽഹംദുലില്ലാഹ് ഇപ്പൊ 100ഓളം കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ സെപ്പറേറ്റ് ഉസ്താദുമാരാണ്. അതെ, സെപ്പറേറ്റ് ഉസ്താദുമാരാണ്. ഗ്രൂപ്പ് സ്റ്റഡി വേണമെങ്കിൽ ഗ്രൂപ്പ് ഉണ്ട്, ഇൻഡിവിജ്വൽ വേണമെങ്കിൽ ഇൻഡിവിജ്വൽ ഉണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഇപ്പം 5ഓളം ഉസ്താദുമാരും 100ഓളം കുട്ടികളുണ്ട്. അൽഹംദുലില്ലാഹ് നല്ല സൂപ്പറായിട്ട് പോകുന്നുണ്ട്. മാഷാ അല്ലാഹ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് സിയാറത്തിനൊക്കെ നമ്മൾ പ്രവർത്തകരൊക്കെ വന്നു കഴിഞ്ഞാൽ സിയാറത്തിന് പുറത്ത് ഇപ്പോൾ സീസണാണ്, സിയാറത്തിൻ്റെ സീസണാണ്. ഒരുപാട് ആളുകൾ ദിവസം ഒരു 30-40 ആളുകളൊക്കെ ഇവിടെ താമസിക്കാൻ അതേപോലെ പ്രത്യേകിച്ച് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു അത്താണിയാണ് ഈ മർക്കസ് സ്ഥലത്ത് സ്ഥാപനം. അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. ജസാക്കല്ലാഹ് ഖൈർ. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സും നമുക്ക് എല്ലാവർക്കും പ്രവർത്തകർക്ക് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മസ്ജിദാണ്, ഈ ജുമാ മസ്ജിദാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാഹ് ഷഹർ മുബാറക്ക് കാണാൻ നമുക്ക് മർക്കസിൻ്റെ കെയർ ഓഫിൽ വന്നപ്പോൾ നമുക്കൊരു തുറന്നു തരികയാണ്. അല്ലാത്ത ദിവസം വെള്ളിയാഴ്ചയാണ് സാധാരണ തുറക്കാറുള്ളത്. ഇതിനകത്താണ് നമ്മുടെ ഷഹർ മുബാറക്ക് ഉള്ളത്. അൽഹംദുലില്ലാഹ്. ജുമാ മസ്ജിദ് ഷഹറെ മുബാറക്ക് തിരുകശം കൺകുളിർക്കെ കാണുകയും മറ്റൊരുപാട് ആസാറുകൾ അവിടെയുള്ള സയ്യിദവറുകൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. അൽഹംദുലില്ലാഹ്. തൊട്ട് ചുംബിക്കാനൊക്കെ സൗകര്യം കിട്ടി. ജുമാ മസ്ജിദിൽ നമസ്കരിച്ചുകൊണ്ട് ജുമാ മസ്ജിദ് 4 വറമുള്ള മാർക്കറ്റുമൊക്കെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ജനനിബിഡമാണ്. മണാലിയിലേക്ക് തിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് വരെ. അസ്സലാമു അലൈക്കും.